സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വർണ്ണാനാമർത്ഥസംഘാനാം രസാനാം ഛന്ദസാമപി മംഗളാനാം ച കർത്താരൗ വന്ദേ വാണീ വിനായകൗ. വായുര്യമോഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ബ്രാഹ്മണേഭ്യോ മഹദ്ഭ്യശ്ച വേദവിദ്ഭ്യോ വിശേഷതഃ പുരാണശാസ്ത്രവിദ്ഭ്യശ്ച സർവേഭ്യോ വൈ നമോ നമഃ. ഭവന്തഃ സർവജ്ഞാഃ സകലഭുവനേരൂഢയശസോ വയം താവദ്ബാലാഃ സരസവചനേനൈവ നിപുണാഃ. തഥാപീയം വാണീ വിശതു ഭവതാം കർണകുഹരേ കിശോരസ്യാലാപഃ ഖലു ഭവതി പിത്രോരതിമുദേ. വിദ്വന്നദീവ്രാതസഹസ്രപൂർണം തഥാ സഹസ്രപ്രഭുരത്നപൂർണം വേദാന്തവാക്യാർത്ഥതരംഗലോലം സഭാസമുദ്രം പ്രണമാമി മൂർധ്നാ. വിദിതചതുരഭാഷാ ഭാരതീ ഭാലഭൂഷാ വ്യപഗതബഹുദോഷാ ചന്ദ്രികോദ്യന്മനീഷാ. ഹൃദയതിമിരപൂഷാ ജ്ഞാനവിദ്യാവിശേഷാ മമ ഭവതു സുതോഷാ ഭൂസുരാണാം സഭൈഷാ. സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിഃ സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം. ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖാം കല്യാണീം ദേവ ഗൗരീപ്രിയ സുചിരവചോ കന്യകാം ത്വം ഗൃഹാണ യേനേരിതാ പ്രവർത്തന്തെ പ്രാണിനസ്വേഷു കർമ്മസു തം വന്ദേ പരമാത്മാനം സ്വാത്മാനം സർവദേഹിനാം. യസ്യ പാദാംശു സംഭൂതം വിശ്വം ഭാതി ചരാചരം പൂർണ്ണാനന്ദം ഗുരും വന്ദേ തം പൂർണ്ണാനന്ദവിഗ്രഹം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്താ പറയേണ്ടത് നിശ്ചയില്ല. വിഷയം ഭാഗവതാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കസേരയും ഒരു മേശയൊക്കെ കണ്ടു. ഒട്ടും അതിന് യോഗ്യനല്ല എന്ന് തോന്നിയത് കൊണ്ട് വിജയേട്ടനോട് പറഞ്ഞു, പായ മതി. നമുക്കെപ്പോഴും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഭൂമിയിൽ നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഭാഗവതം കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് രണ്ട് സപ്താഹങ്ങൾക്കൊക്കെ വായനക്കാരനായിട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖം എന്താ, പിന്നെ രണ്ട് കാലിൽ നിൽക്കില്ല, ഭൂമിയിൽ നിൽക്കില്ല. ഞാൻ എന്തൊക്കെയോ ആയി എന്നൊരു തോന്നല്, പിന്നെ വായനയ്ക്ക് പോവില്ല, വിളിച്ചു കഴിഞ്ഞാൽ വായനക്കാരനായിട്ട് പോവില്ല, പിന്നെ ആചാര്യനാ. അതുകൊണ്ട് 2009 വിവാഹമൊക്കെ കഴിഞ്ഞ് 2006-2007 വിവാഹം കഴിഞ്ഞ് 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ കുടുംബത്തൊന്നും വലിയ സുഖമൊന്നും തോന്നിയില്ല. അപ്പോൾ വൈദ്യന്മാരെയൊക്കെ കുറേ കണ്ടു, അതും കാര്യം ഉണ്ടായില്ല. അപ്പോൾ അന്ന് വരെ ഭാഗവതം കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല, മൂലം പോലും വീട്ടിലില്ല. അങ്ങനെ മനസ്സൊക്കെ മടുത്തങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഒരു ദിവസം ഒരു ആചാര്യൻ ഇങ്ങനെ കേരളശ്ശേരി എന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വായനയുണ്ട്. അപ്പോൾ എൻ്റെ വായനക്കാരൻ നരേന്ദ്രൻ മാഷാണ്. നരേന്ദ്രൻ മാഷ് കണ്ണോപ്പറേഷനായിട്ട് കോയമ്പത്തൂർക്ക് പോയി, മുൻകൂട്ടി അറിയിച്ചതുമില്ല. അപ്പോൾ എനിക്ക് വായിക്കാൻ ആളില്ല, ഒന്ന് വരണം. ഞാൻ ചോദിച്ചു, നമ്പർ മാറിയോ? ഏയ് ഇല്ല, രമേശ് നമ്പീശനല്ലേ? അതെ. സംസ്കൃതം മാഷാന്ന് കേട്ടു. ഊവൊക്കെ ശരിയാ, എന്നാ ഒന്ന് വന്ന് വായിച്ചു തരണം. അല്ല, എന്താ വായിക്കണമെന്ന് പറഞ്ഞത്? ഭാഗവതാണ്. സത്യം അറിയില്ല, ഒഴിവാക്കി തരണം. പറഞ്ഞാൽ പറ്റില്ല, ഇനി പാളെ കിട്ടില്ല. എൻ്റെ അടുത്ത് പുസ്തകം മൂലം പോലും ഇല്ല. എന്ത് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിക്കുന്നില്ല. ആളെ പേര് ഞാൻ പറയില്ല. ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് താമരശ്ശേരി പോയി മൂലം ഗ്രന്ഥം അമ്മത്ത് അവിടെ നിന്ന് എടുത്ത് വന്നു. ഇത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ വായിക്കണം ഒന്നും നിശ്ചയില്ല. കേരളശ്ശേരി എത്തി. 3:30 മണിക്ക് ഇദ്ദേഹം പറഞ്ഞു, കുളത്ത് പോയി കുളിച്ചോളൂ, വന്നോളൂ, മാഹാത്മ്യം വായിക്കണം. ഓ, അതെന്താന്ന് പോലും അറിയില്ല. അപ്പോൾ ആദ്യത്തെ അധ്യായം ഉണ്ട്, അത് മാത്രം വായിക്കാം, ബാക്കി ഞാൻ പറഞ്ഞോളാം. അത് വായിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് 1-ാമത്തെ ദിവസം വായന കഴിഞ്ഞു. രാത്രി ഇങ്ങനെ പായൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുക. ഒരു ആൾതാമസമില്ലാത്ത വീടാണ് താമസിക്കാൻ ഏർപ്പാടാക്കിയത്. പക്ഷെ അവിടെ എന്തൊക്കെയോ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീട് ബോധ്യമായി. ഉറക്കല്ല. ടോർച്ചടിച്ച് നോക്കിയാൽ പോലും ഒരു സാധനവും കാണില്ല. സൂക്ഷ്മ ശരീരികൾ. പിന്നെയാണ് 3-ാം ദിവസം ചോദിച്ചപ്പോഴാണ് 3 പേര് തൂങ്ങി മരിച്ച വീടാണ്. അപ്പോൾ ഒരു അച്ചാർ കമ്പനി പിന്നീട് തുടങ്ങി, അത് പൊട്ടി, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പം ആരോ പറഞ്ഞു, ഇത്രേ വീടിൻ്റെ ദോഷങ്ങൾ മാറാൻ സപ്താഹക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ മതി. അത് നറുക്ക് വീണ് നമുക്കാ. ചുരുക്കം പറയാ, അന്ന് രാത്രി ഇങ്ങനെ ഉറക്കം വരാണ്ട് കിടക്കുമ്പോൾ ഇദ്ദേഹം ചോദിക്കുക, നന്നായിട്ട് നുണ പറയാൻ അറിയല്ലേ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ തോന്നാൻ? ഭാഗവതം കണ്ടില്ല, വായിച്ചില്ല, മൂലം കണ്ടില്ല, മൂലം കയ്യിലില്ല. സത്യമാണ് പറഞ്ഞത്. എന്നാലേ അങ്ങനെയൊന്നും തോന്നണില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്. വിടണ്ടട്ടോ എന്ന് പറഞ്ഞതാ. അന്ന് മുറുകെ പിടിച്ചതാ. അന്ന് മുറുകെ പിടിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യ പ്രസവിച്ചു. മഹാവൈദ്യന്മാർ പോലും തള്ളിക്കളഞ്ഞ കേസ്. ഗുരുവായൂർ ഏകാദശിക്ക് അവൻ ജനിച്ചു. ഹരിദത്തൻ എന്ന് പേരിട്ടു. ഹരിദത്തൻ. പിന്നെ 2-ാമത്തെ ആൾക്ക് താമസമൊന്നും ഉണ്ടായില്ല. അത് ശ്രുതദേവൻ, അയാളും വന്നു. പറഞ്ഞു വന്നത്, ഈ ഗ്രന്ഥം തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അന്ന് ചിന്തിച്ചതാ, വായനക്കാരനായിട്ടേ പോകൂ, ആചാര്യസ്ഥാനത്ത് കയറിയിരിക്കില്ല. അത് എനിക്ക് എന്നോടുള്ളൊരു വാശിയാണ്. പക്ഷെ കഷ്ടകാലത്തിന് ഇവിടെ വന്ന് പെട്ടു. കാരണം കുറച്ച് ആളുകൾ മുമ്പിലിരിക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അറിയാതെ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് തോന്നിപ്പോകും. മഹാരാഷ്ട്രയിൽ വിഠ്ഠലദേവൻ്റെ ജയന്തി ദിവസവുമായി ബന്ധപ്പെട്ട് അറിയാലോ, മഹാവിഷ്ണുവിൻ്റെ ദേശം മുഴുവൻ കഴുതപ്പുറത്ത് വിഠ്ഠല മൂർത്തിയെ ബന്ധിച്ച് അങ്ങോട്ട് അഴിച്ചുവിടും. ഈ കഴുതകൾ നാട് മുഴുവൻ നടക്കും. കഴുത വരുന്ന കണ്ടാൽ ആളുകളൊക്കെ പൂവിട്ട് പൂജിക്കും, വെള്ളം കൊടുക്കും, ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. അതിലേതോ ഒരു കഴുതയ്ക്ക് ഒരു തോന്നൽ, ഇതിപ്പോൾ എത്ര പേരെ എന്നെ പൂജിക്കുന്നത്, ആരാധിക്കുന്നു, ഭക്ഷണം തരുന്നു, എന്തിനാ ഇപ്പോൾ ഈ ഭാരം ഇനി പേറുന്നത്, അതങ്ങോട്ട് തള്ളിയിടുക എന്നും പറഞ്ഞ് ഒറ്റ കുടച്ചില. വിഗ്രഹം പൊട്ടിയുടഞ്ഞ് താഴെ വീണു. പിന്നെ നടന്ന കാര്യം അറിയാലോ. ഈ ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവണം. ഇത് കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, വിഷ്ണു സഹസ്രനാമം, പ്രത്യേകിച്ചും ലളിതാ സഹസ്രനാമം തുടങ്ങിയ പാരായണങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആകർഷണീയത അല്ലെങ്കിൽ ഒരു വശ്യത, ആധ്യാത്മിക രംഗത്ത് ഉപാസനയുമായിട്ട് മുന്നേറുമ്പോൾ ഉപാസകർക്കുണ്ടാകുന്ന ഒരു സിദ്ധി എന്നൊക്കെ പറയാം. മറ്റുള്ളവർ ആകർഷിക്കപ്പെടുക, അതിൽ വീഴാതെ അതൊരു പരീക്ഷണമാണ് എന്ന് കരുതി മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവട്ടെ. പറയുമ്പോൾ
ഇവിടെ ഇരിക്കുന്നത് ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ അല്ലേ ദിവ്യമായിട്ടുള്ള ചിന്തയിൽ ഉദിച്ച ഒരു സ്ഥലത്താണ്. ഈ ഉള്ളവനും ബാലുശ്ശേരി സംസ്കൃത കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് വേദാന്തമായിരുന്നു പ്രധാന വിഷയം. കഠോപനിഷത്ത്, പഞ്ചദശി, ബ്രഹ്മസൂത്രം ഇതൊക്കെയാണ് പഠിക്കുക. മനസ്സ് വേറെ വഴിക്ക് പോവുമോ, കലശലായിട്ട് സന്യസിക്കണം എന്നുള്ള മോഹം. വീട്ടിൽ പറഞ്ഞാൽ തല്ലുറപ്പാണ്. അങ്ങനെ എത്തിപ്പെട്ടത് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ. അന്ന് ചിദാനന്ദപുരി സ്വാമികൾ അവിടെ വന്ന് തുടങ്ങുന്ന സമയമാണ്. സ്വാമിജിയും ഒരു നായയും മാത്രമേ അന്ന് ആശ്രമത്തിലുള്ളൂ. ഒരു നായ ഉണ്ടാവും കാവലിൽ, ചെറിയൊരു കെട്ടിടവും. അപ്പോൾ അവിടെ പോയി കൂട് കിടക്കി. സ്വാമിജി വൈകുന്നേരം ആയി ചോദിക്കും, അല്ല രമേശൻ പോകണില്ലേ? ഇല്ല, അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടാവണതേ അവർക്ക് ഉപകാരത്തിനാണ്, ഇപ്പം പോകണം. അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കും. വല്ലാതെ അടി കിട്ടും എന്നായാൽ അവിടെ പോകും. അങ്ങനെ കുറേ പോയി ചോദിച്ചു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു. അവസാന ദിവസം വന്നു, സ്വാമിജി ഞാനിങ്ങോട്ട് പോരട്ടെ? വേണ്ട, എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ല, ചിലവുകൾ ധാരാളമാണ്, അതുകൊണ്ട് പോവാ. അതൊരു പരീക്ഷണം എന്നുള്ളത് പിന്നീട് മനസ്സിലായത് കേട്ടോ. എന്നാൽ ഞാനൊരു ഓപ്ഷൻ വെക്കട്ടെ, സംസ്കൃതത്തിൻ്റെ പ്രചരണമായി ബന്ധപ്പെട്ട് ഞാൻ പോട്ടെ. നല്ലതാ, വൈരാഗ്യം വരാൻ ഇത്രയും നല്ല ഒരു വിദ്യ വേറെ ഇല്ല, പൊക്കോളൂ. ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സന്തോഷമായി, സ്വാമിജി വിളിക്കല്ലോ. അങ്ങനെ വേഗം തൂക്കി ഇറങ്ങി തമിഴ്നാടും ബീഹാറൊക്കെ ആയി. ഓരോ വർഷവും നാട്ടിൽ അച്ഛനമ്മമാരെ കാണാൻ 2 ദിവസം വരും. ശമ്പളമില്ലാത്ത ജോലിയാണല്ലോ. കണ്ട് പിറ്റേന്ന് പോവും. അപ്പോൾ വരുമ്പോൾ ഒരു ദിവസം വീട്ടിൽ, ഒരു ദിവസം ആശ്രമത്തിലും. ആദ്യത്തെ ഒരു കൊല്ലം അങ്ങനെ നമസ്കരിച്ചു. സ്വാമിജി ഞാൻ വരാനായോ? ഇല്ല, ആവുമ്പോൾ വിളിക്കാം. 2ാമത്തെ കൊല്ലം വന്നു, ഒരു ദിവസം വീട്ടിൽ, ഒരു ദിവസം ആശ്രമത്തിൽ. സ്വാമിജി ആയോ? ഞാൻ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് ഒന്നും ചോദിക്കണ്ട. ശരി. 3ാമത്തെ കൊല്ലം നാട്ടിൽ വന്നു, ആശ്രമത്തിൽ പോയില്ല. 4ാമത്തെ കൊല്ലം വീട്ടിൽ വന്നു, ആശ്രമത്തിൽ പോയില്ല. 5ാമത്തെ കൊല്ലം നാട്ടിൽ വന്നു, ആശ്രമത്തിൽ പോയി. സ്വാമിജി ചോദിച്ചു, കഴിഞ്ഞ 2 വർഷം നാട്ടിൽ വന്നില്ലായിരുന്നുവോ? സ്വാമിജി എന്നാലേ വരിക എന്നും പറഞ്ഞ് മുകളിൽ ബ്രഹ്മചാരികളുടെ കോഴ്സ് നടക്കുക. 10-60 പേരുണ്ട്. അവിടെ ഒരു കസേര കിട്ടുന്ന, അവിടെ ഇരിക്കും. ഒരു കഥ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുക്കണം. ശരി. ഇവിടെ വെച്ച് ഇയാൾ പണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ ആഗ്രഹപൂർത്തി ഇന്നങ്ങോട്ട് നിവർത്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. സന്യസിക്കണമെന്ന് മോഹമുണ്ട്, ആശ്രമം താമസിക്കണമെന്ന്. ഇന്ന് ഇപ്പോൾ മുതൽക്ക് അങ്ങോട്ട് ആ ജീവിതം തുടങ്ങാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനില്ല, ഞാൻ യോഗ്യനല്ല. സ്വാമിജി പറഞ്ഞു, ഇത് അന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ് ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ഭാഗവത ധർമ്മങ്ങൾ, ഭഗവത് ധർമ്മങ്ങൾ അത് പഠിക്കുക, പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ, പാലിക്കണം. ആചിനോതി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയമാചരതേ തസ്മാത് ആചാര്യ ഉച്യത്തെ. കേട്ടിട്ടില്ലേ? പരോപദേശേ പാണ്ഡിത്യം സർവേഷാം സുകരം നൃണാം ധർമ്മേ സ്വീയമനുഷ്ഠാനം കസ്യചിത്തു മഹാത്മനഃ. ഒരാളെ ഉപദേശിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടു നടക്കുക, എന്നിട്ട് പറയുക ബുദ്ധിമുട്ടല്ലേ? സന്ധ്യ നേരത്ത് നമ്മളൊക്കെ ഒരു 6:30 മണിയാവുമ്പോൾ മക്കളെ നോക്കിയിട്ട് പറയാറുണ്ട്, മോളെ നാമം ചൊല്ലിയോ? ഇങ്ങോട്ട് നോക്കൂ അല്ലേ, നാമം ചൊല്ലിയോ? ഇല്ല മുത്തശ്ശിയെ. എന്നാ നാമം ചൊല്ലോ. മുത്തശ്ശി ഇതൊന്ന് ചോദ്യം ഒന്ന് ഉത്തരം അയച്ചിടട്ടെ, പ്രശ്നോത്തരിയാ. അപ്പം മോള് എന്താ ചിന്തിക്കുക? മുത്തശ്ശിക്ക് ഇതൊന്നും ബാധകല്ലേ? ഈശ്വര ഭജനവും ഈശ്വരാനുഗ്രഹമൊന്നും വേണ്ടേ? എനിക്ക് മാത്രം മതിയോ? നേരെ മറിച്ച് നമ്മൾ ഒരു 6:30 മണിയാകുമ്പോൾ മേക്ക് കഴുകി ഭസ്മം തൊട്ട് നാമം ചൊല്ലാനിരിക്കുക, കൂട്ടാ വരൂ, അതിന് വിലയുണ്ട്. ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആചാര്യസ്ഥാനത്ത് കയറിയിരിക്കില്ല എന്ന് തുടക്കത്തിൽ നിശ്ചയിച്ചത്.
എല്ലാവരുമായിട്ടും സ്നേഹബന്ധം നിലനിൽക്കും. ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ചാവും. ഒരാൾ വിളിക്കില്ല, കുശുമ്പ് പറയും, വേണ്ട, വായനയിൽ മാത്രം ശ്രദ്ധിക്കാം. ശരി, എന്തായാലും സത്യം പറയാലോ, 27 ശ്ലോകങ്ങൾ ഇന്നങ്ങോട്ട് തീർക്കണം എന്ന് കരുതിയാണ് വന്നത്. ഞാൻ തയ്യാറാട്ടോ. പിന്നീടാണ് വിജയേട്ടൻ പറഞ്ഞത്, ഇല്ല 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ തീർത്താൽ മതി. പക്ഷേ വരണ്ടി വരും അല്ലേ. അതിൻ്റെ ആമുഖമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഋഷഭദേവൻ്റെ. മാത്രമല്ല നമുക്കൊരു ബുക്ക്ലെറ്റ് കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയണമെന്ന് തോന്നുന്നില്ല. നമുക്ക് നേരിട്ട്, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, വിഷയത്തിലേക്ക് വരാം. ഇതിൽ 2-3 കാര്യങ്ങൾ അറിയണം. ഭാഗവതം ദിവസേന വായിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് വിരൽ വന്ദിച്ചാൽ മതി. സംസ്കൃത ഭാഷ അറിയാം, അങ്ങനെ സംസ്കൃത ഭാഷ അറിയുന്നവർ ടീച്ചറാണോ? മൂന്നാളേ ഉള്ളൂ. പ്രതിഷ്ഠാനത്തിൻ്റെ കോഴ്സ് വഴി പഠിച്ചതാവും അല്ലേ? സംസ്കൃത മാഷന്മാരോ ടീച്ചർമാരോ അങ്ങനെ ആരെങ്കിലും? B.Ed കഴിഞ്ഞു. ശരി, നമ്മുടെ സംസ്കൃതത്തിൻ്റെ ഒരു വിശ്വാസാറൊക്കെ നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാവ്യം അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ ശ്ലോകം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അതിനെ അന്വയിക്കുക എന്ന് പറയും. അന്വയിക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ആ ശ്ലോകത്തിലുള്ള പദങ്ങൾ ഒന്ന് പൊറുക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ പറഞ്ഞാൽ, കണ്ടു ഞാൻ മനസ്സിൽ തട്ടും സുന്ദരമായൊരു ദൃശ്യം. ഇതൊരു കവിതയാണ്. ഞാൻ മനസ്സിൽ തട്ടും സുന്ദരമായ ഒരു ദൃശ്യം കണ്ടു. ഇത് അന്വയായി. മനസ്സിലായില്ലേ? കണ്ടു ഞാൻ മനസ്സിൽ തട്ടും സുന്ദരമായൊരു ദൃശ്യം. ഞാൻ മനസ്സിൽ തട്ടുന്ന സുന്ദരമായ ഒരു ദൃശ്യം കണ്ടു. അന്വയായി. ഏതെങ്കിലും ഒരു വാക്ക് പുതിയത് ഒന്നും അല്ല. അപ്പം അർത്ഥബോധം നമുക്കുണ്ടാവണം. അപ്പോഴാണ് ഇത് പെറുക്കി വയ്ക്കാൻ സാധിക്കുക. അതിന് ഭാഷ അറിഞ്ഞോളന്നില്ല, ആത്മാർത്ഥത ഉണ്ടായാൽ മതി. ആത്മാർത്ഥത ഉണ്ടായാൽ മതി. കർത്താവ്, കർമ്മം, ക്രിയ, ഇതാണ് അന്വയം. അപ്പം അത് പറയാൻ കാരണം നമുക്ക് അങ്ങനെ ആ രീതിയിലൊന്ന് പഠിച്ചു നോക്കാം. മനോഹരമായിട്ട് ഈ ശ്ലോകം ചെല്ലാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് സംഗീതമൊക്കെ കൊടുത്തിട്ട്? ഇല്ല, സംശയം ഉണ്ടല്ലേ ചൊല്ലാൻ പറ്റുമോന്ന്? ഒന്ന് ചൊല്ലുമോ ഒരു 4 പേര്? ബുദ്ധിമുട്ടാവും. ശരി, ഞാൻ എൻ്റെ ശബ്ദം കേൾപ്പിക്കേണ്ട വെച്ചിട്ടാ. അടുത്ത ആഴ്ചയും അടുത്ത 2 ശനിയാഴ്ചയും വരണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ആദ്യം ഞാൻ ഒന്ന് ചൊല്ലും, അപ്പോൾ കേട്ടിരിക്കുക. പിന്നീട് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. നായന്ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. യസ്മാതുന്നുണ്ട്, അസ്മാതുന്നുണ്ട്. കവിത ചൊല്ലുന്ന സമയത്ത് രാഗമൊന്നും നോക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പല സപ്താഹങ്ങളിലും ആളുകൾ ചോദിക്കുന്നത് അറിയോ, ഭാഗവതം എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ആണ് ചൊല്ലുന്നത്. എന്താ രീതി? അത് വരും, കാലാന്തരേ വന്നോളും. രീതിയൊന്നും നോക്കണ്ട. നായന്തേഹോ
ദേഹഭാജാം നൃലോകേ. ചൊല്ലു. ചില ഭാഗങ്ങളിൽ എവിടെ മുറിക്കണം, അർത്ഥം നോക്കി മുറിക്കണം. നായൻ ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ. കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ. തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധ്യേത്. പുത്രകാ യേന സത്വം ശുദ്ധ്യേത് അസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധ്യേത് അസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. നമുക്കൊന്ന് ഒന്നിച്ച് ചൊല്ലി നോക്കിയാലോ? ഞാനും നിങ്ങളൊക്കെ ഒന്നിച്ച്. ഏകം ദ്വേ ത്രീണി. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ. തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധ്യേത് അസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഇനി ഞാനില്ലാതെ നമ്മളൊന്ന് ചൊല്ലാം. ഏകം ദ്വേ ത്രീണി. എന്തിനാ ശുദ്ധിയത് ഇങ്ങോട്ട് പറഞ്ഞത് മനസ്സിലായോ? എന്തിനാ? അല്ലെങ്കിൽ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയേ. അർത്ഥവ്യത്യാസമൊന്നും വരില്ല, പക്ഷെ ആ ക്രിയ അങ്ങോട്ട് വരണം. യേന സത്വം ശുദ്ധ്യേത് അർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഇനി ഈ ഭാഗം മാത്രം ഒന്ന് ചൊല്ല. ഇവിടെ ചൊല്ലരുതേ. ആദ്യത്തെ വരി ഈ ഭാഗം ചൊല്ല, രണ്ടാമത്തെ വരി ഈ ഭാഗം, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി. ഏകം ദ്വേ ത്രീണി. ഇനി ഇവിടെ തപോ ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ചൊല്ലി അവസാനിപ്പിക്കാം. അപ്പോൾ അത് കാണാതെയാവും. എൻ്റെ മുഖത്ത് നോക്കി ചൊല്ലാൻ പറ്റുമോ? പുസ്തകം നോക്കാതെ നോക്കൂ. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ. തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. പഠിച്ചില്ലേ? അപ്പം ഇനി എന്താ അന്വയം നോക്കൂ. ഈ രണ്ട് വരി ശ്ലോകത്തിൽ ക്രിയാപദം ഏതാന്ന് മനസ്സിലാവുണ്ടോ? ന അയം ദേഹ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ. തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധ്യേത് യസ്മാത്
ബ്രഹ്മസൗഖ്യം തു അനന്തം. അപ്പോൾ ഓരോ വരിയിലും ക്രിയാപദം പലപ്പോഴും ഉണ്ടാവും. ചിലപ്പം 4 വരിക്കും കൂടി ഒരു ക്രിയാപദം ഉണ്ടാവുള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെ ഭവതു കരിഷ്യാമി 2 ഉണ്ട്, ചിലയിടത്ത് 1 കിട്ടുള്ളൂ. അപ്പം ഇവിടെ ആദ്യത്തെ വരിയിൽ ഒരു ക്രിയയുണ്ട്, രണ്ടാമത്തെ വരിയിലും. ആദ്യത്തെ വരിയിലെ ക്രിയ ഏതാ? അർഹതേ. എന്താണ് അർഹതേ? എന്താ അർഹതേ? അർഹിക്കുക, അർഹിക്കുന്നു. ന അർഹതേ, അർഹിക്കുന്നില്ല. അപ്പൊ ഇനി ആ ക്രിയാപദത്തോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി. അല്ലയോ ക്രിയാപദമേ, അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തർഹിക്കുന്നില്ല? ആരർഹിക്കുന്നില്ല? എവിടെ അർഹിക്കുന്നില്ല? എപ്പോഴർഹിക്കുന്നില്ല? എന്തുകൊണ്ട് അർഹിക്കുന്നില്ല? കഴിഞ്ഞു, ഉത്തരം കിട്ടി. മനസ്സിലായില്ലേ? ക്രിയാപദത്തോട് കിം, കുത്ര, കദാ, കിമർത്ഥം, കതി, കുതഃ ഈ 7 കകാരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. ഇതാണ് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ ശ്ലോകം പഠിക്കാൻ ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ വ്യാകരണങ്ങൾ വന്നു ചേരും, അറിയാതെ വന്നു ചേരും. അപ്പൊ നമുക്ക് ആ രീതിയിൽ നോക്കാം. ന അർഹത്തെ, അർഹിക്കുന്നില്ല. എന്താണ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്? കഷ്ടാൻ കാമാൻ ന അർഹത്തെ. അതായത് എന്താ അത് ഉദ്ദേശിച്ച അർത്ഥം? എന്താ? അയം ദേഹ, ദേഹഭാജാം അയം ദേഹ, കഷ്ടാൻ കാമാൻ ന അർഹത്തെ. ഹേ പുത്രകാഹ എന്ന് സംബോധനയാണ്. പുത്രക എന്നുണ്ടല്ലോ, മക്കളെ എന്നുള്ള സംബോധനയാണത്. എന്താ പുത്ര എന്ന് വിളിച്ചാൽ പോരെ? ഹേ പുത്രാഹ എന്ന് വിളിക്ക. ചിലയിടത്ത് അങ്ങനെയാ. ബാലഹ എന്ന് പറഞ്ഞാൽ മതി, ബാലക എന്ന് പറയണോ? കപ്രത്യയം എന്തിനാ ചേർക്കണത്? വാത്സല്യം, അനുകമ്പ. അങ്ങനെ ഉണ്ടല്ലോ, മക്കളോടില്ലാത്ത സ്നേഹം വേറെ കുട്ടികളോട് കാണിക്കില്ലേ? അതന്നെ ഇവിടെയാണ് ക. പുത്രകാ, അതിയറ്റ വാത്സല്യാണ്, കരുണ അങ്ങനെ ഒഴുകുക. ഇവരൊന്ന് നന്നായി കിട്ടണമല്ലോ എന്നുള്ള മോഹം, ഒന്ന് നേരെ ആവണം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഹേ പുത്രകാഹ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ. ഇപ്പോൾ അമ്മ അങ്ങോട്ട് പ്രസവിച്ച് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ്, പണ്ടത്തെ കണക്കാട്ടോ, ഇപ്പം കണക്കൊന്നുമില്ല, പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൈയിരിക്കേണ്ടടുത്ത് കൈയുണ്ട്, കാലിരിക്കേണ്ടടുത്ത് കാലുണ്ട്, കയ്യിലും കാലിലും പതുപ്പത്ത് വരില്ല, അതുകൊണ്ട് കണ്ണിന് കുഴിയുണ്ട്, വായയ്ക്ക് കുഴിയുണ്ട്, വായില്ലാ കുന്നിലൊപ്പരൊന്നും അല്ല, ചെവിക്കടക്കം ദ്വാരമുണ്ട്. പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു പൂർവ്വ പുണ്യം കൊണ്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അത് മേലേരി തറവാട്ടിൽ ജനിച്ചത് കൊണ്ട് എനിക്കുണ്ടായ ഗുണമല്ല. പിന്നെയോ എന്താ? പൂർവജന്മങ്ങളിലെ പുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. സുന്ദരമായ മനോഹരമായ ജന്മം. നോക്കൂ, ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട്. എന്താ അത്? നമ്മളെ നോക്കി കരയുക. ഗായന്തി ദേവാ കില ഗീതകാനി ധന്യാസ്തു യേ ഭാരതഭൂമിഭാഗേ സ്വർഗാപവർഗാസ്പദഹേതുഭൂതൗ ഭവന്തി ഭൂയ പുരുഷസുരത്വാത്. ഭാരതഭൂമിയിൽ നമ്മളെ നോക്കി ദേവന്മാർ കരയാത്രേ. എന്താ? ഇവിടെ ജന്മെടുക്കാൻ സാധിച്ചുല്ലോ, ഞങ്ങൾക്ക് എന്നാണ് ഈ ഭാഗ്യം കിട്ടുക? അതാണ് മനുഷ്യരായിട്ട് പിറക്കുക, അതും ഭാരതഭൂമിയിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഈ ദേഹം ലഭിച്ചവരാണ് ദേഹഭാക്ക്. നമ്മൾ ദേഹം സിദ്ധിച്ചവരാ. ഇന്ന് ദേഹം സിദ്ധിച്ച നമ്മൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ
അടിച്ചു പൊളിച്ച് നടക്കുക അല്ലേ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയം പ്ലാനിങ്ങാണ്. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് എന്താ നടക്കുക? ഇന്ന് രാവിലെ പുറപ്പെട്ട് കുളിയൊക്കെ കഴിഞ്ഞ് 5:30 മണിക്ക് പുറപ്പെട്ട് ഒരു ഡബിളും എടുത്തു കൊടുത്തു, ഷർട്ട് ഇട്ടു. അപ്പോൾ തോളിടാൻ എന്തെങ്കിലും മുണ്ട് വേണ്ടേ എന്നും കരുതി ഒരു മുണ്ട് എടുത്തു വെച്ചു. അപ്പോൾ അപ്പുറത്തുനിന്ന് അമ്മ വന്നിട്ട് മുണ്ട് കണ്ട് വലിച്ചു മാറ്റി. ഇതേ 4 ആളെ മുമ്പിൽ പോവല്ലേ, അതിലേശം വൃത്തിയുള്ളതൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഒരേ കരമുള്ളതൊക്കെ പൊറുക്കിയ അമ്മ ഇത് ഉടുക്കണം. ഓ ആയിക്കോട്ടെ, വേണ്ടാന്ന് പറയാൻ പറ്റുമോ? വൈകുന്നേരം അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടതേ. അപ്പം അതിന് പറ്റിയ മുണ്ട്. ഓ ആയിക്കോട്ടെ. ഇതാണ് ലോകം. ചേർച്ച വേണം. എന്നിട്ട് എന്താ സംഭവിക്കാൻ പോണത്? എന്തുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്? ദേഹഭാജാം, ദേഹം ധരിച്ചവർ. അപ്പൊ ഈ ധരിച്ചത് എങ്ങനെയാന്നുള്ളതാണ് അപ്പൊ പറഞ്ഞത്. കിട്ടിയത് എങ്ങനെ? എളുപ്പത്തിലല്ല അല്ലേ? നമ്മുടെ കഥ തന്നെ നമ്മൾ പറഞ്ഞു. ഇതൊന്നും എളുപ്പമല്ല. ഇതൊക്കെ ഒരു അനുഗ്രഹ. തറവാട്ടമ്മയുടെ അനുഗ്രഹം, കുലദേവത അനുഗ്രഹം, കാരണവന്മാരുടെ ഗുരുവനുഗ്രഹം, ഇങ്ങനെ പല അനുഗ്രഹങ്ങളുണ്ട് അതിൽ. അതില്ലാണ്ട് ഒന്നും സാധിക്കില്ല. അപ്പം അങ്ങനെ ദേഹം ധരിച്ചവരാണ് നമ്മൾ. എന്നിട്ട് സാരിക്കൊത്ത ബ്ലൗസ്, ഡബിളിനൊത്ത ഷർട്ട് അല്ലേ, അതിനൊത്ത മോതിരം, സാരിക്കൊത്ത റിബൺ, ഒട്ടിക്കുന്ന പൊട്ട് വരെ, അങ്ങനെ തന്നെ പറയണം അല്ലേ, അതുവരെ പച്ച, കറുപ്പ്, ചോപ്പ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താ കുങ്കുമം തൊട്ടൂടെ? അത് ഒലിച്ചിറങ്ങുന്നു. ഒലിച്ചിങ്ങോട്ട് അതിനെന്താ തുടയ്ക്കണം? അതൊന്നും സുഖം. അപ്പം എന്താ? മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മാറുകയാണൊക്കെ. തിലകധാരണം ആർക്ക് വേണ്ടിയിട്ടാ? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാ, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാ, പരശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, പരദർശനത്തിന് വേണ്ടിയിട്ടുമല്ല. അത് മനസ്സിലാക്കില്ല. അഭിവേഷം കെട്ടാനൊക്കെ തോന്നും. അപ്പം നൃലോകേ, നൃലോകേ എന്നാട്ടോ പറഞ്ഞത്, മൃഗലോകേ എന്നല്ല പറഞ്ഞത്. അടിയിൽ വരയ്ക്കണം. അതുകൊണ്ട് അവരതിലേക്ക് കൂട്ടരുത്. അവർക്ക് തോന്നിയതൊക്കെ ആവാം. നമുക്കുള്ള വ്യത്യാസം എന്താ അവരെ സംബന്ധിച്ച്? ആഹാര നിദ്രാഭയമൈഥുനാനി സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോ ഹി തേഷാമധികോ വിശേഷോ ധർമ്മേണ ഹീനാ പശുഭിः സമാനാ. വ്യത്യാസം. ആഹാരം നമ്മൾ കഴിക്കണ്ടോ? അവർ കഴിക്കണ്ടോ? ഉറങ്ങൽ അവർക്കുണ്ടോ? നമുക്കുണ്ടോ? എണചേരൽ അവർക്കുണ്ടോ? നമുക്കുണ്ടോ? അവർക്കില്ലാത്തതും നമുക്കുള്ളതുമായ കാര്യം എന്താ? ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കും നമുക്ക് സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. ആഹാര, നിദ്ര, ഭയ, മൈഥുനം. അവർക്ക് ഇതിനൊന്നൊരു വ്യവസ്ഥയില്ല, വെള്ളിയാഴ്ചയില്ല. അതിനാണ് ധർമ്മം. നമ്മളെ നിലനിർത്തുന്ന ചില സംവിധാനങ്ങൾ, അതാണ് ധർമ്മം. അത് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരായി. അതുകൊണ്ടാണ് നൃലോകേ, ഈ മനുഷ്യലോകത്ത് അയം ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ. ഇത് അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് തീർക്കാനുള്ളതല്ല. എന്തുകൊണ്ടാ? യേ കാമാഹ വിഡ്ഭുജാമപി സന്തി. ഇതാർക്കും നേടാൻ സാധിക്കുന്നതാ. ഇത് ആർക്കും പറ്റുന്നതാ. വിഡ്ഭുജാം എന്ന് പറഞ്ഞാൽ, വിട്ട് എന്ന് പറഞ്ഞാൽ ശരീരം പുറന്തള്ളുന്ന സാധനം, മാലിന്യം, മലം. എനിക്ക് പലപ്പോഴും നമുക്ക് ഈ സംസ്കൃതം അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പം ചില്ലരൊന്നല്ല. മലം എന്ന ചളിയെന്നേ അർത്ഥമുള്ളൂ, മാലിന്യം എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് കർണമലം, നാസാമലം, നേത്രമലം, ഉദരമലം. പക്ഷെ മലയാളത്തിൽ മലം എന്ന് പറഞ്ഞാൽ എന്തായി? ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് പുറത്തേക്ക് പോണ സാധനം തന്നെയായി മാറി. ആലോചിച്ച് നോക്കൂ. ഇതാണ് സാക്ഷര കേരളം. മാലിന്യം എന്നേ അർത്ഥമുള്ളൂ. അപ്പോ വിഡ്ഭുജാം, ശരീരത്തിലെ മലം കഴിക്കുന്നവര്, അതാരാ? പന്നികളുണ്ടാവാം,
നായ്ക്കൾ ഉണ്ടാവാം, കുറുക്കന്മാരുണ്ടാവാം, അല്ലേ? ഒക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഈ പറഞ്ഞ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം അതിൽ വല്ല പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയില്ല. നീന്തൽ ഒരു നല്ല കലയാ. 2 തരത്തിൽ നീന്താം. ഒഴുക്കിനനുസരിച്ച് നീന്താം, പിന്നെയോ ഒഴുക്കിനെതിരെ നീന്താം. ഒഴുക്കിനനുസരിച്ച് നീന്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. കാരണം എന്താ, ആ കൂടെ നിന്നെടുത്താൽ എത്തേണ്ടടുത്ത് എത്തിക്കോളും. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴോ ഈ നദിയുടെ ഉദ്ഭവസ്ഥാനം വരെ എത്തിച്ചേരാൻ പറ്റും. ഇതവിടെ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാർക്കും പറ്റും. ആർക്കും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറ്റണം. അതാണ് ഇവിടെ മക്കളോട് പറയണത്. ഈ മനുഷ്യ ശരീരം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ മാത്രമുള്ളതല്ല. അതിനല്ല ഇത്. മറിച്ച് ഇതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? അത് അടുത്ത വരി പറയും. ഇത് ഈ പറഞ്ഞ ജാതികൾക്കൊക്കെ വർഗങ്ങൾക്കൊക്കെ അവരൊക്കെ അനുഭവിക്കുന്നതാ. നമ്മൾ മനുഷ്യരായതുകൊണ്ട്, നമുക്ക് വിവേകബുദ്ധി ഉള്ളതുകൊണ്ട്, മനനശീലം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആ വഴിക്ക് കൂടുതൽ ചിന്തിക്കാതിരിക്കാവും അഭികാമ്യം എന്ന് ഇപ്പം നമുക്കും തോന്നുന്നുണ്ടില്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞ് 2-3 മക്കളായി, മുത്തശ്ശിയായി, മുത്തശ്ശനായി, ഇപ്പം തോന്നുന്നില്ല ഇതൊന്നും വേണ്ടായിരുന്നില്ല എന്ന്. 46 വയസ്സുള്ള എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ നിങ്ങളെ കാര്യം പറയണോ? സത്യം. ഇതിപ്പോൾ വിവാഹത്തിന് മുമ്പ് തൊട്ടിരുന്നെങ്കിൽ കഴിക്കില്ലായിരുന്നു, സത്യം. ഇത് ഈ ചേറിൽ ചവിട്ടിയ പോലെ വീണ്ടും വീണ്ടും താഴെ പോവല്ലേ? ഇത് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. കഷ്ടാൻ കാമാൻ എന്ന് പറഞ്ഞാൽ ഇത് ചില കാര്യങ്ങൾ മാത്രമല്ല. തിങ്കളാഴ്ച ദോശയും ചട്ടണിയും, ചൊവ്വാഴ്ച ഇഡ്ഡലി സാമ്പാർ, ബുധനാഴ്ച പുട്ടും കടലയും, വ്യാഴാഴ്ച ചപ്പാത്തി, വെള്ളിയാഴ്ച ഉപ്പുമാവ്. ഇത് തിരിച്ചു തന്നെയാ. മടുപ്പ് വരുന്നുണ്ടോ? എത്ര കാലമായി നമ്മളിത് കഴിക്കണു? മതിയെന്ന് തോന്നിയോ? ആലോചിച്ച് നോക്കൂ. അതാണ് കഴിക്കുന്തോറും വേണം 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 തോന്നുക. ഉദ്ദീപന നടക്കുന്നത്, ശമനല്ല. ഇതാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ ഒരു പ്രശ്നം. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഉദ്ദീപനം നടക്കരുത്, ശമനം നടക്കണം. അതുകൊണ്ടാണ് ഇവിടെ കഷ്ടാൻ കാമാൻ എടുത്ത് പറഞ്ഞത്. അപ്പൊ എന്തു വേണം? ഹേ പുത്രകാഹ ദിവ്യം തപഹ ചെയ്യണം. അവിടെ ക്രിയാപദം പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ക്രിയാപദം നമ്മളായിട്ട് ഉണ്ടാക്കണം. മേലെ പറഞ്ഞ അർഹതയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടേക്കും കൂടി. ദിവ്യം തപഹ അർഹതേ. അതർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതർഹിക്കുന്നു എന്ന് പറയണം. ഏതാ അർഹിക്കുന്നത്? മനുഷ്യരായിട്ട് പിറന്നാൽ എന്ത് വേണം? ഇത് വേണം. അപ്പൊ ആ ക്രിയാപദത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കഷ്ടാൻ കാമാൻ ന അർഹതേ ദിവ്യം തപഹ അർഹതേ. ദിവ്യമായിട്ടുള്ള തപസ്സാണ് വേണ്ടത്. ഈ തപസ് എന്ന്, തപഹ എന്ന് പറഞ്ഞ 2 അക്ഷരത്തിന് നമ്മൾ പലപ്പോഴും ഈ കാട്ടിൽ കയറിയിട്ട് പത്മാസനത്തിലിരുന്ന് അല്ലെ സിദ്ധാസനത്തിലിരുന്ന് ജപിക്കുന്നതാണ് തപസ് എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ എന്താ തപസ്? ഏകാഗ്രത എന്നേ അർത്ഥമുള്ളൂ. തപിപ്പിക്കുക. താപയതി ഇതി തപഃ. ചിന്തയെ തപിപ്പിക്കുക, ശരീരത്തെ തപിപ്പിക്കുക. ആലോചിച്ച് നോക്കൂ, ഏതർത്ഥമാണെങ്കിലും എടുക്കാം. ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ചൂടാക്കുക. ഇനി തന്ത്രശാസ്ത്ര രീതിയാ ചിന്തിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഷഡാധാര ചക്രങ്ങൾ അല്ലേ, കുണ്ടലിനി ശക്തിയെ തപിപ്പിച്ച്, അതിനെ തപിപ്പിച്ചാലേ അത് ഉണരൂ മൂലാധാരത്തിൽ. അതിനെ സഹസ്രാർത്ഥിക്ക് കൊണ്ടുവരിക. അപ്പം തപഹ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു യോഗ സാധനയാണ്. അതിൻ്റെയൊക്കെ ആധാരം ഏകാഗ്രതയാണ്. അപ്പം ഉത്കൃഷ്ടമായ ദിവ്യമായ തപസ്സാണ് വേണ്ടത് മക്കളെ. ഇക്കാണുന്ന പോലെയുള്ള ജീവിതം നയിക്കല്ല വേണ്ടത്. അങ്ങനെയാവുമ്പോൾ എന്താ ഗുണം? യേന സത്വം ശുദ്ധ്യേത്. ഇതുകൊണ്ട്
ഈ തപസ്സുകൊണ്ട് യേന സത്വം ശുദ്ധ്യേത്. സത്വം എന്ന വാക്കിന് എന്താ അർത്ഥം? അന്ധക്കരണം, മനസ്സ് എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പം മനസ്സ് ശുദ്ധാവും. ഈ മനസ്സ് ശുദ്ധമല്ലാത്തതാണല്ലോ ഇന്നത്തെ പ്രശ്നം, അല്ലേ? മനസ്സ് ശുദ്ധാണോ? നമ്മൾ പലപ്പോഴും, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ഈ ചിലർ രാവിലെ നീറ്റാൽ നേരത്തെ നീറ്റ ഉടനെ കുളിക്കണം എന്ന് പറയും. ഞാൻ പറയും വേണ്ടാന്ന് പറയും. അവിടെ അച്ഛനൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചെന്താണെന്ന് അറിയാം, രാവിലെ എഴുന്നേറ്റാൽ ധാരാളം പല്ല് വെച്ച ശേഷം വെള്ളം അങ്ങോട്ട് കുടിക്കുക. വെള്ളം കുടിച്ച് ശോധന ഉറപ്പുവരുത്തുക, എന്നിട്ടേ കുളിക്കാവൂ. അവരങ്ങനെ ചെയ്യൂ. ശോധന കിട്ടിയില്ലെങ്കിൽ കുളി ഒഴുകും. അകം ശുദ്ധമല്ലാണ്ട് പുറം മാത്രം ശുദ്ധമാക്കിയിട്ട് എന്ത് കാര്യം എന്ന്? ഇത് ഉള്ളിൽ വെച്ചിട്ടാ ക്ഷേത്ര ദർശനത്തിന് പോണത്. ഇത് പുറത്തേക്ക് വന്നാലേ അശുദ്ധിയുള്ളൂ? അങ്ങനെയൊന്നുമല്ല, അകത്തുണ്ടെങ്കിൽ അശുദ്ധ തന്നെയാണ്. പലതും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, പുറത്തേക്ക് ചാടിയാൽ അശുദ്ധിന്ന്. അതൊക്കെ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുന്ന പോലെയാ. അപ്പം ആദ്യം ഉദരം ശുദ്ധാക്കുക. ഇവിടെ അതന്നെയാ പറഞ്ഞത്. ഇങ്ങനെ ദിവ്യമായ തപസ് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ സത്വം ശുദ്ധ്യേത്. ഈ തപസ്സെന്ന് പറഞ്ഞാലേ രണ്ടക്ഷരം മാത്രമല്ല, യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, അഷ്ടാംഗയോഗം. എന്താ യമം? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇത് പാലിക്കണം. അഹിംസ, ഒന്നിനെയും മനസാ വാചാ കർമ്മണ ഉപദ്രവിക്കരുത്, കൊല്ലരുത് എന്നല്ല. നിയമങ്ങൾ ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനാനി നിയമാഹ. അത് പാലിക്കണം. ശരീരം മനസ്സ് വൃത്തിയാവുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസം ഉണ്ടാവുക, അല്ലേ? അസ്തേയം. എന്താ എന്താ അസ്തേയം? കളവ്, മോഷണം സ്വഭാവമായിട്ട് കൊണ്ട് നടക്കാതിരിക്കുക. അസ്തേയം. അപരിഗ്രഹം, അതും ഒരു തരത്തിലുള്ള മോഷണം തന്നെയാണ്. മറ്റുള്ളവൻ്റെ വസ്തു ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവ് വിരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പൂവ് എന്തിനാ വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാ. അപ്പം നമുക്ക് ആ പൂവിനെ നോക്കി സന്തോഷിക്കാം, നന്നായിട്ടുണ്ട്, പക്ഷെ ആ പൂവ് എനിക്ക് വേണം എന്ന് മോഹിക്കരുത്. അപരിഗ്രഹം, അതവിടെ നിന്നോട്ടെ. ബ്രഹ്മചര്യം, അത് ബ്രഹ്മണി സഞ്ചരിക്കുക, ഈശ്വരനിൽ സഞ്ചരിക്കുക. അപ്പം ഈ യമ നിയമ, പിന്നെ യോഗാസനത്തിലെ ആസനാദികൾ, പ്രാണായാമാദികൾ, അങ്ങനെയുള്ള രീതികൾ, ഇതൊക്കെ കൂടി ചേർന്നാലാണ് തപസ്സായിട്ട് മാറുക. അതിൻ്റെ കൂടുതൽ അറിയുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അബദ്ധത്തിലാണെങ്കിലും പോയി ചാടുന്നില്ല. അപ്പോൾ അതാണ് തപസ്. തപോ ദിവ്യം പുത്രക യേന സത്വം ശുദ്ധ്യേത്. മനസ്സ് ശുദ്ധാവും, അന്ധകരണം ശുദ്ധാവും. അപ്പൊ എന്താ ഗുണം എന്നാണെങ്കിൽ, അസ്മാത് അനന്തം ബ്രഹ്മസൗഖ്യം ഭവതി. അന്തമില്ലാത്ത അല്ലെങ്കിൽ ഒടുങ്ങാത്ത സൗഖ്യം, സുഖം, അതിൻ്റെ ഉറവിടം എന്താ? അതാണ് ഈശ്വരാനുഭവമാണ്. അത് കിട്ടണമെങ്കിൽ ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ ഇന്ന് ഇക്കാണുന്ന ജീവിത ശൈലികൾ, ജീവിത രീതികൾ, അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് പുറത്തേക്കുള്ള ദർശനം നിർത്തി അകത്തേക്കുള്ള ദർശനം ആരംഭിക്കുക. നമുക്കിതറിയില്ല, പക്ഷെ നശ്വരമായ ഈ ദേഹത്തിനതറിയാം. ഉദാഹരണം വേണോ? നമ്മൾ അനവധി കാശൊക്കെ ചിലവാക്കി ഗുരുവായൂർ നടക്കൽ പോയി 2-2.5 മണിക്കൂർ ക്യൂ നിന്ന് ഉള്ളിക്ക് അങ്ങോട്ട് കയറി നടക്കലെത്തുമ്പോൾ കൃഷ്ണാ ഗുരുവായൂരപ്പാന്നും പറഞ്ഞ് ഉള്ളിക്ക് നോക്കുമ്പോൾ അറിയാണ്ട കണ്ണടഞ്ഞു പോണില്ലേ?
ഇതിനാണോ ഇത്രയും കാശ് ചിലവാക്കി പോയത്? അവിടെ പോയിട്ട് കണ്ണടയ്ക്കാൻ എന്നാൽ പോകേണ്ടിരുന്നാൽ പോരെ. അപ്പം ഈ നശ്വരമായ ജഡമായ ദേഹത്തിന് പോലും അറിയാം അവിടെയല്ല ആൾ ഇവിടെ ഉള്ളത് എന്നുള്ളത്. ആലോചിച്ചു. അപ്പം അനന്തമായ ബ്രഹ്മസൗഖ്യം അത് അനുഭവിക്കണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം, പുറത്തേക്കല്ല. നമ്മുടെ പല അവയവങ്ങളും ഈശ്വരൻ പുറത്തേക്ക് വെച്ചത് നമുക്കിട്ട് പണിഞ്ഞതാ. തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ എന്താ, അത് പുറത്തേക്കുള്ളതല്ലത്, ഉള്ളിക്കുള്ളതാ. ഇവൻ എന്താ ചെയ്യാൻ നോക്കണല്ലോ. അതാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ അതിൻ്റെ പിന്നാലെ ഭ്രമിച്ചു കൂടുക, ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടുക. പുറത്തേക്കുള്ള അവയവങ്ങളൊക്കെ ഉള്ളിക്കാന്ന് ധരിച്ചോളുക, മുന്നേറിക്കൊള്ളുക. ഓക്കെ. അപ്പോൾ ഹേ പുത്രകാഹ നൃലോകേ അയം ദേഹ ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹത്തെ. ഫുൾ സ്റ്റോപ്പ്. യേ വിഡ്ഭുജാം അപി സന്ധി. അത് ഞാൻ ചേർത്ത ക്രിയാവത് അവിടെ ഇല്ല കേട്ടോ, അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. യേ വിഡ്ഭുജാമപി സന്ധി. ഫുൾ സ്റ്റോപ്പ്. യസ്മാത് അനന്തം ബ്രഹ്മസൗഖ്യം ഭവതി. അതും ഞാൻ ചേർത്ത ക്രിയാവതം ഭവതി. അപ്പം എന്തായി മക്കളെ? മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ശരീരം അത് വിഷയസുഖങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഞാൻ പൂർണ്ണമായിട്ട് അതിനെ നിഷേധിക്കുന്നില്ല. കാരണം ഗൃഹസ്ഥൻ ആയിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥധർമ്മം പാലിക്കണം. അതുകൊണ്ട് ഒന്നിനെയും പൂർണ്ണമായിട്ടുള്ള നിരാസം അതല്ല നമ്മുടെ രീതി. എല്ലാം വേണം, അമിതമാവരുത്. അമിതമായാൽ അമൃതം വിഷം. വേണം, ആവശ്യത്തിന് വേണം, പക്ഷെ അത് തന്നെ അങ്ങോട്ട് ആവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ വിഷയസുഖങ്ങൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു ജന്തുക്കളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ അങ്ങനെ മറ്റു ജന്തുക്കൾ എന്ന് വിഡ്ഭുജാം എന്ന് പറഞ്ഞെന്നറിയോ? ആ ജന്തുക്കൾ പന്നിയാണെങ്കിലും നായ്ക്കളാണെങ്കിലും മലം കഴിക്കുന്നവരാ, വേസ്റ്റ് കഴിക്കുന്നവരാ. നമ്മളോ 600 രൂപയുടെ കാരയ്ക്ക അല്ലേ, ഈത്തപ്പഴം, അത് എന്താ അജ്വൈന, ആ ഷോപ്പിൽ പോയി തന്നെ വാങ്ങും നമ്മൾ. അജയ് എന്താ ഒരു ചില്ലോക്കട്ട AC ഷോറൂമില്ലേ കാരയ്ക്കയ്ക്ക് മാത്രമായിട്ടുള്ള അല്ലേ, നല്ല കടയിൽ പോയിട്ട് വാങ്ങും. 1200 രൂപയുടെ കാരയ്ക്ക, അത് കഴിക്കുന്നവരാ നമ്മൾ. 144 രൂപയുടെ അരി, അതുകൊണ്ടേ ചോറ് കഴിക്കൂ. ആലോചിച്ചോ. എന്നിട്ടും നമ്മൾ ഈ വിഷസുഖങ്ങൾക്ക് പിന്നാലെ പോവുക. മലം കഴിക്കുന്ന അവർക്കും കിട്ടും ഇതേ സുഖങ്ങൾ. ആലോചിച്ചോക്കണം. അതാ പറഞ്ഞത്, അതാണ് ആ താരതമ്യം. നമ്മൾ ദ ബെസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് ഈ കഴിച്ചെന്ന ശരീരത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ ഒക്കെ പുറത്തേക്ക് പോവുക. ആ ഒരു താരതമ്യത്തിന് വേണ്ടിയാണത് പറഞ്ഞത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം. ഇനിയിപ്പോൾ അത് സംസ്കൃതത്തിൽ പറയണമെങ്കിൽ, സംസ്കൃതം പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല, ഇനി അതും കൂടി പറയാം. മനുഷ്യലോകേ മനുഷ്യാണാം അയം ദേഹഃ ഏഷഃ ദേഹഃ വിഷയഭോഗായ നാസ്തി, വിഷയസുഖാർത്ഥം നാസ്തി. വിഷയസുഖാനി സർവജന്തവഃ അനുഭവന്തി. സർവേ അപി ജന്തവഃ വിഷയസുഖാനി അനുഭവന്തി. മനുഷ്യദേഹഃ ഈശ്വരസ്യ ആരാധനായ ഭവതി. ഈശ്വരാരാധനം കഥം? തപഃ കരണീയം. തപസാ കിം പ്രയോജനം? ചിത്തശുദ്ധിഃ. ചിത്തശുദ്ധ്യാ കിം ഫലം? ബ്രഹ്മസൗഖ്യം. രമണ മഹർഷിയുടെ ഒരു വരി കേട്ടില്ലേ? എന്തായിരുന്നു? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? രമണ സാഹിത്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കർത്തുരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം ഫലം കർമ്മ തജ്ജഡം കൃതിമഹോദധൗ പതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം. അതിലുണ്ട് ഈ മനസ്സ് ഇല്ലേ, ആ വരിയാതായിരുന്നു, ഓർമ്മ ഉണ്ടാ? ആ
മനസ്സ് എന്തായിരുന്നു, മറ്റേ ഇതിൽ പറയുന്ന പോലെ തന്നെ മറ്റൊരു അർത്ഥത്തിൽ അവിടെ ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയെ. മനഃശുദ്ധിക്കാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈശ്വരാരാധനം ജീവനെ അനിവാര്യം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? കുറച്ചെങ്കിലുമൊക്കെ ആളുകൾക്ക് ഉറക്കം വരുന്നുണ്ട്. അതാണ് ഈ ഭാഗവതത്തിൻ്റെ ഒരു ഗുണം. പിൽസ് കഴിച്ചാൽ പോലും ഉറങ്ങാത്ത ആളുകൾ ഭാഗവതം കേട്ടാൽ ഉറങ്ങും. അത് വലിയൊരു കിട്ടല, തമാശയില്ല. ചില ദിവസം രാത്രി ഉറക്കം വരില്ല. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, യൂട്യൂബിൽ കുറച്ച് കേട്ടാലോ എന്ന്. അല്ല, അത് വലിയൊരു ഗുണം തന്നെയാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് കേട്ടാൽ. അപ്പോൾ ഒന്നുകൂടി ചൊല്ലി അത് തീർക്കാം അല്ലേ? നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ആധികാരികമായിട്ട് ഇതാണ് അതിൻ്റെ അർത്ഥം എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. ഞാൻ എന്താണോ ഉൾക്കൊണ്ടത് അത് പങ്കുവച്ചു. സംസ്കൃതത്തിൻ്റെ പ്രത്യേകത ഓരോ വായനയിലും ഓരോ അർത്ഥമാണ് തെളിയുക. ഇനി നിങ്ങളിത് വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു അർത്ഥം കിട്ടും. ഇപ്പം ഈ ശ്ലോകം 18 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഓരോ ശ്ലോകം അങ്ങനെയുണ്ട്. അതിനാണ് ഈ അമർന്നിരുന്ന് വായിക്കുക. സ്വാധ്യായം എന്നൊക്കെ പറഞ്ഞാൽ അതാ. ആർക്കാ ഇപ്പം ഇതൊക്കെ വേണ്ടതില്ലേ? അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ മനപ്പാഠമാക്കുക, കണ്ഠസ്ഥമാക്കുക, അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അറിയാണ്ട ചൊല്ലി ചൊല്ലി പുതിയ അർത്ഥങ്ങൾ വരും. എന്താ ആ വാക്ക്, ഈ വാക്ക് എന്താ അവിടെ അങ്ങനെ കൊടുത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ദേഹധാരിണാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ നൃലോകേ. അടിയിൽ വരയ്ക്കാൻ പറഞ്ഞില്ലേ? അത് അങ്ങനെ കിട്ടുന്ന ചില അർത്ഥങ്ങളാ. മനുഷ്യരുടെ കാര്യം അടുത്ത് പറഞ്ഞത്. ശരി. അപ്പോൾ ഇനി ഇത് ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുക കേട്ടോ. ഋഷഭൻ്റെ ഉപദേശങ്ങൾ ഓരോന്നും തുടങ്ങി ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ശരീരം, മറിച്ച് ദിവ്യമായ തപസ് അനുഷ്ഠിക്കണം. അങ്ങനെ വിഷയസുഖത്തുനിന്ന് തപസ്സിലേക്ക് വന്നു. തപസ്സിന് എന്ത് വേണം? ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി വന്നാൽ ബ്രഹ്മസൗഖ്യം ഉണ്ടാവും. ഇനി അവിടുന്നാണ് ബാക്കി നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ ചിത്തശുദ്ധിക്കുള്ള വഴി എന്താ? മനസ്സ് നന്നാവാനുള്ള വഴി എന്താ? വല്ല ക്രീമോ ഗുളികയോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ സാധിക്കണം. ക്ഷിപ്രസാധ്യമാണ്. ആയുർവേദമാണ്. ഒരു 21 ദിവസം കഷായം കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയെ നാളേക്ക് ഇങ്ങോട്ട് മാറണം. ഇതാണ് ഇപ്പോൾ ഭാവം. എന്നിട്ടാണ് ഈ പെയിൻ കില്ലറൊക്കെ കഴിച്ച് നമ്മൾ നടക്കണതേ. അത് വീണ്ടും വഷളാവുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ചിത്തശുദ്ധിക്കുള്ള വഴി എന്താ? അതിലേക്ക് പോവാണ്. മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താ വിമന്യവ സുഹൃദ സാധവോ യേ മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ. വിസർഗം. ആ വിസർഗം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ പറയണ്ട, പിന്നെ തമോദ്വാരം പറഞ്ഞാൽ മതി. വിമുക്തേ. തമോ പറഞ്ഞില്ലെങ്കിലോ? ദ്വാരമാഹുർവിമുക്തേസ്തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താ
വിമന്യവ സുഹൃദഃ സാധവോയേ. ചൊല്ലി നോക്കല്ലേ. മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേഃ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താ വിമന്യവ സുഹൃദഃ സാധവോ. മുറിച്ച് ചൊല്ലുമ്പോൾ അങ്ങനെയൊക്കെ ചൊല്ലാം. ഒന്നിച്ചൊരൊഴുക്ക് ചൊല്ലുമ്പോൾ ആ രണ്ടാമത്തെ വരി ശ്രദ്ധിക്കണം. വിസർഗം കഴിഞ്ഞ് പകാരം വരികയാണെങ്കിൽ പ ഫ ഒക്കെ വരികയാണെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. ഇതാത് മഹാന്തസ്തേ സമചിത്താസ് എഫ് സമചിത്താസ് പ്രശാന്ത എഫ് എന്ന് ഉച്ചാരണം വരണം. മനസ്സിലായില്ല? സമചിത്താഹ കഴിഞ്ഞിട്ട് പ്രശാന്താഹ എന്ന് വന്നില്ലേ? അപ്പം ആ ചിത്താഹ എന്ന ഹ വിസർഗം എന്താവണം? സമചിത്താസ് പ്രശാന്ത് പാതി എഫ് സമചിത്താസ് പ്രശാന്ത. അത് സഹസ്രാമത്തിലൊക്കെ ധാരാളം കാണാം. അപ്പുറത്ത് പാ വന്നു കഴിഞ്ഞാൽ വിമന്യവസ്സു അന്നിപ്പം നോക്കണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഓരോരുത്തർ വന്ന് ഓരോ നിയമങ്ങൾ പറഞ്ഞങ്ങോട്ട് പോവും. പിന്നെ നമ്മളിതിൻ്റെ പിന്നാലെ പെട്ടു. പിന്നെന്തായി? ഇത് ശംഭോ മഹാദേവ. അതാണ്. രാത്രി വായിക്കാൻ പറ്റുമോ? രാവിലെ വായിക്കാൻ പറ്റുമോ? ഉച്ചയ്ക്ക് വായിക്കാൻ പറ്റുമോ? എപ്പോൾ വായിച്ചാലെന്താ? സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ തോന്നുമ്പോൾ വായിച്ചോളണം. അപ്പം മാസത്തിൽ 4 ദിവസം വായിക്കാൻ പറ്റുമോ? കാടാമ്പുഴ ദേവിക്ക് 30 ദിവസം പൂജ ഇല്ലേ? ഇല്ലേ? മൂകാംബിക അമ്മയ്ക്ക് 4 ദിവസം അവധി ഉണ്ടാ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രത്യേകത? മനസ്സ് ശുദ്ധാണോ ശരീരം ശുദ്ധാണോ ചെയ്തോളൂ. ഞാൻ പറയില്ല കേട്ടോ. ഞാനൊരു കുടിയെടുത്താലും ശരി, ഇതാണ് സത്യം. ചെയ്യുന്നവർ ചെയ്യട്ടെ, എന്തിനാ മുടക്കാൻ നിൽക്കുന്നത്? അവനവനൊട്ട് ചെയ്യൂല്ല. പുല്ലട്ടിയിലെ നായനെ പോലെയാ. അവനവനൊട്ട് ചെയ്യൂല്ല, മറ്റുള്ളവനെ ചെയ്യാൻ വിടുകയില്ല. ആലോചിച്ച് നോക്കണം. ചെയ്യട്ടെ. ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഭാഗവതം വ്യക്തമായിട്ട് പറയണില്ലേ? ഇല്ലേ? ശുദ്ധിക്ക് എല്ലായിടത്തും ഒരേ സാധനങ്ങളാണോ? അല്ല. പറയാറില്ലേ, പൂവ് ശുദ്ധാവാൻ എന്താ വേണ്ടത്? വെള്ളം തളിക്കുക. വെയിലത്ത് വയ്ക്കാൻ പറ്റുമോ? എന്നാ നെല്ല് ശുദ്ധാവാനോ? വെള്ളം തളിച്ചാലോ ശുദ്ധാവോ? വെയിലത്ത് വയ്ക്കണം. അത് പൂവിന് പറ്റില്ല അല്ലേ? ഇതന്നെയാണ്. സ്ഥലവും സന്ദർഭവും ഒക്കെ നോക്കി ശുദ്ധാശുദ്ധത്തിന് വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ കൂടണ്ട. അതുകൊണ്ട് പലതും പറയാൻ മടിക്കുക ചെയ്യുക. അവനവനൊട്ട് ചെയ്യൂല്ല, മറ്റുള്ളവനെ ചെയ്യാൻ വിടുകയില്ല. ആലോചിച്ച് നോക്കണം. ചെയ്യട്ടെ. ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഭാഗവതം വ്യക്തമായിട്ട് പറയണില്ലേ? ഇല്ലേ? ശുദ്ധിക്ക് എല്ലായിടത്തും ഒരേ സാധനങ്ങളാണോ? അല്ല. പറയാറില്ലേ, പൂവ് ശുദ്ധാവാൻ എന്താ വേണ്ടത്? വെള്ളം തളിക്കുക. വെയിലത്ത് വയ്ക്കാൻ പറ്റുമോ? എന്നാ നെല്ല് ശുദ്ധാവാനോ? വെള്ളം തളിച്ചാലോ ശുദ്ധാവോ? വെയിലത്ത് വയ്ക്കണം. അത് പൂവിന് പറ്റില്ല അല്ലേ? ഇതന്നെയാണ്. സ്ഥലവും സന്ദർഭവും ഒക്കെ നോക്കി ശുദ്ധാശുദ്ധത്തിന് വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ കൂടണ്ട. അതുകൊണ്ട് പലതും പറയാൻ മടിക്കുക ചെയ്യുക.